കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കാറ്റോ മോശം കാലാവസ്ഥയോ ഉണ്ടാകാത്ത സമയത്ത് പോലും ചിലപ്പോൾ പെട്ടെന്ന് ശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചുകയറും. ഈ പ്രതിഭാസത്തെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത്. സാധാരണയായി കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് ഈ കള്ളക്കടൽ. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണമായുമാണ് ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക. ദൂരക്കടലിൽ ഉണ്ടാകുന്ന ശക്തമായ തിരമാലകൾ ദീർഘദൂരം സഞ്ചരിച്ച് തീരത്തെത്തുമ്പോഴാണ് കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെടുന്നത്. ഇതോടെ സാധാരണ നിലയിൽ തിരയടിക്കുന്ന കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമാവുകയും തീരത്തേക്ക് ആഞ്ഞടിക്കുകയും ചെയ്യും. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുമായി സമാനതകളുണ്ട്. സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് 7 സെക്കൻഡും സാധാരണ 10 സെക്കൻഡുമാണ് ഒരു തിരയുണ്ടാകാൻ എടുക്കുന്ന സമയം. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന തിര 20 സെക്കൻഡോളം എടുത്താകും രൂപപ്പെടുക. തീരത്തു നിന്നും വളരെ അകലെ നിന്നായി രൂപപ്പെടുന്ന തിരയോടൊപ്പം വലിയ അളവിൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറിയാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുക. തിരമാലകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇതുപോലെ തീരത്തേക്ക് അടിച്ചു കയറുമ്പോൾ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം തീരത്തുണ്ടാകും. കടൽപ്പുറം തന്നെ സ്വാഭാവികമായും ഇതിന് പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്. തീരമില്ലാതെ കടൽ ഭിത്തി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയേക്കാം. 20 സെക്കൻഡ് ഇടവേളകളിൽ തുടരെ തിര തീരത്തേക്ക് എത്തുന്നതോടെ വെള്ളം കയറാൻ തുടങ്ങും. എന്നാൽ സാധാരണ കടലാക്രമണം പോലെ തീരം കടലെടുക്കില്ല. വെള്ളം സ്വാഭാവികമായി തിരികെ കടലിലേക്ക് പോവുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യും. തീരത്തേക്ക് വെള്ളം കയറുന്നതിന്റെ തോത് കൂടിയും കുറഞ്ഞു വിരിക്കും. ഈ സമയങ്ങളിൽ കടൽ തീരത്തേക്ക് എത്തുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന സമയം തിരമാലകളുടെ ശക്തി പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കാലാവസ്ഥ അനുയോജ്യമാണോ എന്ന് നോക്കി കടൽ ശാന്തമാണെന്ന് കരുതി തീരത്തേക്ക് എത്തുന്നവർ KSDMA കള്ളക്കടൽ അലേർട്ടുകൾ കൂടെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.